ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ബില്ല് കണ്ട് കണ്ണു തള്ളുന്നവരാണ് നമ്മളിൽ പലരും. നിത്യജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വൈദ്യുത ബില്ലിലെ വർധനവ്. നമ്മുടെ തന്നെ ചില ശീലങ്ങളും വൈദ്യുത ഉപകരണങ്ങളുടെ കാര്യക്ഷമത ഇല്ലായ്മയുമാണ് പലപ്പോഴും വലിയ വൈദ്യുത ബില്ലിന് കാരണമാകുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തേത്, ഉപയോഗം കഴിഞ്ഞ ഉപകരണങ്ങളുടെ പ്ലഗ് ഊരിയിടുക. നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. പലപ്പോഴും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവ പ്ലഗ് ഇൻ ചെയ്തിടാറുണ്ട്. പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും പ്ലഗ് ഇൻ ചെയ്തിട്ടിരുന്നാൽ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. ഉപയോഗശേഷം പ്ലഗ് ഊരിയിടുന്നത് വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. ടിവികൾ, ചാർജറുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, മൈക്രോവേവ് എന്നിവയെല്ലാം ഇത്തരത്തിൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. രണ്ടാമതായി, ഊർജ്ജക്ഷമതയുള്ള ബൾബുകൾ ഉപയോഗിക്കുക. വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഇൻകാൻഡസെൻ്റ് ബൾബുകളും മാറ്റി LED ബൾബുകളോ CFLകളോ ഉപയോഗിക്കുക. ഇൻകാൻഡസെൻ്റ് ബൾബുകൾ ധാരാളം ഊർജ്ജം ഉപയോഗിക്കുന്നു, എന്നാൽ LED CFL ബൾബുകൾ ഉയർന്ന ഊർജ്ജക്ഷമതയുള്ളതാണ്. കാലക്രമേണ ധാരാളം പണവും വൈദ്യുതിയും ലാഭിക്കാൻ ഇവ സഹായിക്കുന്നു. ഇൻകാൻഡസെൻ്റ് ബൾബുകൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിൻ്റെ 1/4 മാത്രമേ ഈ ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ ആവുന്നുള്ളൂ. മൂന്നാമതായി, പഴയ ഉപകരണങ്ങൾ മാറ്റുക. പഴക്കം ചെന്നതും കാലഹരണപ്പെട്ടതുമായ ഉപകരണങ്ങൾ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പഴയ ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, ഡ്രയറുകൾ, മറ്റു വീട്ടുപകരണങ്ങൾ എന്നിവ പുതിയ ഉപകരണങ്ങളെക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവയാണ്. കൂടുതൽ മെച്ചപ്പെട്ടതും കാര്യക്ഷമവുമായ ഉപകരണങ്ങൾ മാറ്റിവാങ്ങുന്നത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കും. നാലാമതായി, വയറിങ്ങിലെ തകരാറുകൾ. കാലഹരണപ്പെട്ട വയറിംഗ്, തകരാറുള്ള ഉപകരണങ്ങൾ, ഓവർലോഡ് സർക്യൂട്ടുകൾ, തകരാറുള്ള മീറ്ററുകൾ എന്നിവ അനാവശ്യമായ വൈദ്യുതി ഉപയോഗത്തിന് കാരണമാകും. ഇവ ഊർജ്ജം പാഴാക്കുകയും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഉപകരണങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് വൈദ്യുത ബില്ല് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അഞ്ചാമത്തേത്, ഉപയോഗം കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഉപയോഗം കഴിഞ്ഞാലും ലൈറ്റും ഫാനും ഓൺ ചെയ്തിടുന്ന ശീലമുള്ളവരാണ് നമ്മളിൽ പലരും. ഇത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കാനിടയാക്കും. ഉപയോഗം കഴിഞ്ഞാൽ വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ആറാമതായി, മോശം ഇൻസുലേഷൻ. ഇൻസുലേഷൻ കുറവുള്ള വീടുകളിൽ ചൂടല്ലെങ്കിൽ തണുത്ത വായു എളുപ്പത്തിൽ നഷ്ടപ്പെടും. ഇത് തണുപ്പിക്കുന്ന സംവിധാനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും വൈദ്യുത ബില്ല് വർദ്ധിക്കാൻ കാരണമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇൻസുലേഷൻ മെച്ചപ്പെടുത്തിയാൽ ഇത്തരത്തിൽ വരുന്ന അനാവശ്യ വർധനവ് ഒഴിവാക്കാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലിലെ വലിയൊരു വർധനവ് ഒഴിവാക്കാനാകും. മാത്രമല്ല, വൈദ്യുതിയും ലാഭിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.